അഭിമാനകരമായ ഒരനുഭവമാണ്. വടകരയിലെ മുഴുവൻ ജനങ്ങളോടും പിന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ജയത്തിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും ജനങ്ങൾക്കാണ്. ജനങ്ങൾ നയിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അവരാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം ചെന്നിറങ്ങി ആ സെക്കൻഡ് തൊട്ട് ഇപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് പോരുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ മുഴുവനായിട്ട് ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ വടകരയുടെ രാഷ്ട്രീയ വിജയമാണ്, അവിടുത്തെ ജനങ്ങളുടെ മതേതരത്വത്തിൻ്റെ വിജയമാണ്. മാത്രമല്ല പാലക്കാട്ടെ ജനങ്ങളോടും അവരുടെ തന്ന സ്നേഹം, അവരുടെ തോളിലിരുന്ന് ഞാൻ കണ്ട കാഴ്ചകൾ അതെൻ്റെ ഉയരമായിരുന്നില്ല, ആ ജനതയുടെ കൂടെ ഉയരമാണ്. അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ പിന്തുണയും സ്നേഹം കൊണ്ട് കൂടിയാണ് വടകരയിലെ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പം തൃശ്ശൂരിലെ കാര്യം പറഞ്ഞു, പാലക്കാട്ടെ കാര്യം എന്താ പറയാത്തത്? ഈ തെരഞ്ഞെടുപ്പിലും നല്ല ലീഡ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ, അതായത് എനിക്ക് കിട്ടിയതിനേക്കാൾ 3 ഇരട്ടി ലീഡ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ UDF ജനങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് വളരെ വ്യക്തമാണല്ലോ അക്കാര്യത്തിലൂടെ. അപ്പം അവരിപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ പോയി തോറ്റിട്ട് പോകാനല്ലല്ലോ പറഞ്ഞത്, പോയി ജയിച്ചു വരാൻ പറഞ്ഞിട്ടല്ലേ പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത്. അപ്പം അത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ട് തന്നെ പാലക്കാട് തന്നെ റെക്കോർഡ് വിജയമല്ലോ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ VK ശ്രീകണ്ഠൻ നേടിയത്. പാലക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പങ്കാളിത്തം വളരെ വലുതാണ് അക്കാര്യത്തിൽ. അവർക്കൊക്കെ കൃത്യമായ ധാരണയും കൃത്യമായ നിലപാടുള്ള ആളുകളാണ്. അത് തൃശ്ശൂരിലെ വിജയം പാലക്കാട്ടേക്ക് എഫക്റ്റ് ചെയ്യില്ല, പാലക്കാട്ടെ വിജയം പാലക്കാടിൽ എഫക്റ്റ് ഉണ്ടാക്കും. VK ശ്രീകണ്ഠൻ്റെ ഉജ്ജ്വല വിജയം പാലക്കാട് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പാർട്ടി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, മുന്നണിയാണ് അത് അംഗീകരിക്കുന്നത്. അപ്പം ഞാൻ വടകരയിൽ പോയി മത്സരിക്കുന്നത് എനിക്ക് പോലും അറിയില്ലായിരുന്നു. രാത്രി 10:30 മണിക്ക് കണ്ട് ശ്രീ KC വേണുഗോപാൽ എന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് ഈ കാര്യം അറിയിക്കുന്നത്. അപ്പോൾ വേറെ ആരുടെയും പിന്തുണയും ലോബിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ സമയത്തെടുക്കും. ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. പാലക്കാടും ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. ഏറ്റവും വലിയ മാനദണ്ഡം ജയസാധ്യത തന്നെയായിരിക്കും. പാലക്കാട് നിന്ന് ജയിച്ചു വരാൻ കഴിയാവുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി അവതരിപ്പിക്കും. അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്ന് ഉറപ്പുണ്ട്. ഞങ്ങൾ ജയിച്ചു വരികയും ചെയ്യും. അല്ല, BJP വർക്ക് ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനും ജയിക്കാനും ആഗ്രഹിക്കുന്നത്. എല്ലാ എതിർപക്ഷത്തുള്ള ആൾക്കാരും വർക്ക് ചെയ്യും, എല്ലാ എതിർ സ്ഥാനാർത്ഥികളും വർക്ക് ചെയ്യും. അവരൊക്കെ പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ടാവും. ഞങ്ങൾ ഉചിതമായ സമയത്ത് നല്ല സ്ഥാനാർത്ഥിയെ, പാലക്കാട്ട് ജനങ്ങളെ അറിയിക്കുന്ന നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി മുന്നോട്ട് വെക്കും. ഞാൻ പറഞ്ഞില്ലേ, വിജയസാധ്യതയായിരിക്കും ഏറ്റവും വലിയ മാനദണ്ഡം. യുവാവിനാണ് വിജയസാധ്യതയെങ്കിൽ ഞങ്ങൾ യുവത്വത്തിൻ്റെ കൂടെ നിൽക്കും. അത് ഞങ്ങൾ പരിശോധിക്കും, പാർട്ടി പരിശോധിക്കും. ഇപ്പം ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന അതോറിറ്റി അല്ലല്ലോ. ഞാൻ പാർട്ടിയിൽ എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട രീതിയിൽ പാർട്ടിയുടെ മുമ്പിൽ ഞാൻ കാര്യങ്ങൾ പറയും. വിജയസാധ്യതയായിരിക്കും മാനദണ്ഡം. അത് യുവത്വത്തിനാണെങ്കിൽ പാർട്ടി അത് പരിഗണിക്കട്ടെ. ഞാൻ അതിനകത്ത് എതിരല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലെവലിൽ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യങ്ങളല്ല. അല്ല, അത് പോകണമല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതിൻ്റെ പേരിൽ ഇനി ആർക്കെതിരെയും വെല്ലുവിളി നടത്താനോ വീണ്ടും ഒരു വിഭാഗീയത വിഭജനത്തിലുള്ള ശ്രമങ്ങളൊന്നും ആ മണ്ഡലത്തിൽ നടത്താനല്ല. പക്ഷെ അതൊരു ഒരു ഒരു വകതിരിവുണ്ടാവണം ആ കാര്യത്തിൽ, ഒരു തിരിച്ചറിവ് ആ കാര്യത്തിൽ പലർക്കും ഉണ്ടാവണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരു വ്യാജ സൃഷ്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കെട്ടിവെച്ച് UDF തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകൾ നടത്തിയ പ്രചരണത്തെ വടകരയുടെ രാഷ്ട്രീയ ബോധം പരാജയപ്പെടുത്തിയത് എല്ലാവർക്കും ഒരു പാഠമാണ്. ആ കാഫർ സൃഷ്ടി വ്യാജമാണെന്ന് അറിയാത്ത ആരും ഇനി മൂക്ക് താഴത്തേക്കായിട്ട് ഈ നാട്ടിൽ ജീവിച്ചിരിപ്പില്ല. എല്ലാവർക്കും അത് മനസ്സിലായി, പോലീസിനും മനസ്സിലായി. പോലീസ് ആ ചെറുപ്പക്കാരോട് പറയാം, നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇനി മറ്റ് തുടർ നടപടികളില്ല. പക്ഷെ അത് പോരല്ലോ. അയാൾ നിരപരാധി ആവുമ്പോൾ അതിനകത്തൊരു അപരാധിയുണ്ട്. അത് വ്യാജമായ അയാളുടെ പേരിൽ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണ്ടേ? അത്തരം ശ്രമം ആരാണ് വടകരയോടും ആ നാട്ടിലെ ജനങ്ങളോടും അവരുടെ സമാധാനത്തെ കെടുത്താൻ ചെയ്തതെന്ന് അറിയണം. അപ്പം അത് ഒരു ലീഗൽ ആവശ്യം കൂടിയാണ്. രാഷ്ട്രീയമായി ജനങ്ങൾ അതിൻ്റെ വിധിയെഴുത്ത് നടത്തിക്കഴിഞ്ഞു. ഇനി നിയമപരമായ ഒരു അനിവാര്യതയാണ് അത് പുറത്തു കൊണ്ടുവരാനുള്ളത്. അതിൽ നിയമ പോരാട്ടങ്ങൾ നമ്മൾ തുടരും.
ഇപ്പൊ കോടതി ഇടപെട്ടിട്ടുണ്ട്. കോടതിയുടെ ഇടപെടലുകളിൽ പോലീസ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ മറുപടി കൊടുക്കട്ടെ. പോലീസ് പറയുന്നത് ഞങ്ങൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടാനുള്ള കാലതാമസമാണെന്നുള്ളതാണ്. അത് വിശ്വാസയോഗ്യമല്ല. അത് കിട്ടാൻ എത്ര എളുപ്പമുണ്ട്. അത് ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പോലീസിന് പരിശോധിച്ചപ്പോൾ ആ പോസ്റ്റ് ചെയ്തവരെ വിളിച്ചിട്ട് പോലീസിനൊന്ന് ചോദ്യം ചെയ്താൽ പോലെ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അതിന്റെ അഡ്മിന്മാരെ വിളിച്ചിട്ട് ചോദ്യം ചെയ്താൽ പോലെ. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകൾ, ഇരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളായ ആളുകളുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും ആ പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടെന്ന് എൻ്റെ അറിവ്. അത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് അവിടെ കിടക്കുകയാണ്. അത് വടകരയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഈ നാടിന്റെ ഐക്യത്തോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ അതിന് ലീഗലായിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിന്റെ പേരിലും ഇനി ആരെയും അതും ഇനി ഒരു ഭിന്നിപ്പിന് കാരണമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് CPM-നെ പോലൊരു പ്രസ്ഥാനം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവരുടെ അണികൾ തന്നെ തീരുമാനിച്ചതിന്റെ കൂടെ അനന്തരഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും വോട്ട് കിട്ടിയിട്ടുള്ളത്. അല്ല, അത് അവരുടെ പാർട്ടി കാര്യമാണ്, അത് അവരുടെ ഇന്നർ മാറ്റേഴ്സ് ആണ്. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വടകരയിൽ നടന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു, ഒരു രാഷ്ട്രീയമായ പോരാട്ടമായിരുന്നു. ഞങ്ങളുടെ വിജയം ഒരു രാഷ്ട്രീയ വിജയമാണ്, അവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞത് വടകരയുടെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ചാണല്ലോ. EP ജയരാജനൊക്കെ പറഞ്ഞ് നല്ല രാഷ്ട്രീയമുള്ള ആളുകളാണ് വടകരയിലെ ജനങ്ങൾ. ആ സ്റ്റേറ്റ്മെന്റിൽ അവർ ഉറച്ചു നിന്നാൽ മതി. ഞങ്ങൾ അന്നും ഇന്നും അത് തന്നെ പറയുന്നു. ഞങ്ങൾക്ക് വടകരയിൽ നിന്ന് കിട്ടിയത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ്. ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും നിലപാടുകൾക്കും ഭാഷയ്ക്കും ഏറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഉണ്ടായതെന്നുള്ളത് ഇവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അത് ധിക്കാരം ഹിന്ദിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ധിക്കാരം തന്നെയാണ്. അത് UP-യിലെ ജനങ്ങൾ ചോദ്യം ചെയ്തതുപോലെ, അത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ചോദ്യം ചെയ്തതുപോലെ കേരളത്തിലെ ജനങ്ങളും ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ തിരിച്ചറിവിനെ സംബന്ധിച്ച് ആളുകൾക്ക്, പൊതുസമൂഹത്തിനുള്ള തിരിച്ചറിവ്, ഈ പൊതുജീവിതത്തിൽ പൊതുസമൂഹത്തിലുള്ള ആളുകൾ ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായെന്ന് വരാം. ഒരു മോശപ്പെട്ട വാക്കും ഉപയോഗിക്കാത്ത ഒരു പുനർവിചിന്തനത്തിന് ആദർശപരമായി ഞാൻ ഇപ്പോഴും ഇടതുപക്ഷത്താണെന്ന് പറയാൻ മടിയില്ലാത്തൊരു തിരുമേനി വനിതാ മതിലിൽ ഉൾപ്പെടെ പങ്കെടുത്ത് അവരുടെ അത്തരം ഇനീഷ്യേറ്റീവ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ ഓർക്കുന്നു. ആ ഒരു തിരുമേനി പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസത്തിൽ നേരെ വിവരദോഷത്തിന്റെ ടാഗ് അവിടെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ വിവരദോഷവും ധിക്കാരവും. അപ്പൊ ഇന്നും ഒക്കെ ആയിട്ട് പത്രങ്ങളിൽ കാണുന്നുണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭയങ്കരമായിട്ടുള്ള വിമർശനം ഉണ്ടാകും, തിരുത്തണം എന്ന് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രതികരിക്കുന്നു, തിരുത്തുമെന്നും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ വിവരദോഷിയാണ്? പാർട്ടി തിരുത്തണം എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. തിരുത്താൻ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ CPM-നോട് പറഞ്ഞൊരു തിരുമേനിയെ വിവരദോഷി എന്ന് മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ MV ഗോവിന്ദൻ വിവരദോഷിയാണെന്നും കൂടെ മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണ്. അപ്പൊ വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത പാടില്ല. അസഹിഷ്ണുതയുടെ മൊത്തക്കച്ചവടം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. കുറച്ചുകൂടെ ജനങ്ങൾക്ക് കണ്ണും കാതും കൊടുക്കണം. അപ്പൊ മനസ്സിലാവും ആ പറഞ്ഞ അഭിപ്രായത്തിലൊക്കെ ലോജിക് ഉണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവും.